ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് തിരുമലയ്ക്കും പേയാടിനൊക്കെ വളരെ അടുത്തുള്ള ലൊക്കേഷനിലാണ്. ഇവിടെ നിന്നും പാപ്പനംകോടേക്ക് വളരെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ 5.4 സെൻറ്റിൽ 2500 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 അതിവിശാലമായിട്ട് ബെഡ്റൂമും കൂടിയ ഫുള്ളി ബ്രാൻഡഡ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിരിക്കുന്ന ഒരു അടിപൊളി ഒരു ക്വാളിറ്റി വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. തൊട്ടടുത്തായിട്ട് പ്ലോട്ടുണ്ട്, അത് വാങ്ങി ചേർക്കുമ്പോൾ ടോട്ടലി 10 സെൻറ്റ് ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ബ്രാൻഡഡ് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്ന ഈ ക്വാളിറ്റി വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്നുള്ളത് 98 ലക്ഷം രൂപയാണ്. അത് നല്ല രീതിയിൽ നെഗോഷ്യബിളാണ്. അതുകൂടാതെ ഇവിടെ ആയിട്ടൊരു ബേ വിൻഡോയും വരുന്നുണ്ട്. ടോട്ടലി പറയുകയാണെങ്കിൽ ബ്രാൻഡഡ് മെറ്റീരിയലാണ്, ഒരു ക്വാളിറ്റിയാണ്, എന്ന നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വീടാണ്. ഒരു ലക്ഷറി രീതിയിലുള്ള വാഷ്റൂം നോക്കുവാണെങ്കിൽ എല്ലാം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കാഴ്ചകൾ കണ്ടുവരാം. അതുകൂടാതെ ഇതൊരു നല്ലൊരു പ്രീമിയം റെസിഡൻഷ്യൽ വില്ല കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ ഏകദേശം ഒരു 10-15 വീട് അടങ്ങുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയാണ്. അത് മെയിൻ ബസ് റൂട്ട് വളരെ അടുത്താണ്, വെറും 100 മീറ്റർ മാത്രമാണ് ബസ് റൂട്ടിലേക്കുള്ള ദൂരം. ഇനി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് കോമ്പൗണ്ടിലേക്ക് വരുവാണെങ്കിൽ 2 കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ഗേറ്റ് എല്ലാം ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. 2 ഭാഗത്തായിട്ടും പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങേ അറ്റം വരെ പ്ലാന്റ് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. മൊത്തത്തിൽ പ്ലാന്റ് കാണാം. അത് കഴിഞ്ഞിട്ട് വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതുകൂടാതെ അവിടെ ഒരു നനകല്ലും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഫ്രണ്ട് സ്റ്റെപ്പും അതുപോലെ ആ ഒരു സിറ്റ് ഔട്ട് ഏരിയ ഫുള്ളായിട്ടും ലെപ്പോത്തെ ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. പുള്ളി തൂണുകളെല്ലാം ടൈൽ ക്ലാഡിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫുള്ള് തേക്കിൻ്റെ പാനലാണ് കൊടുത്തിരിക്കുന്നത്. സ്വിച്ച് ബോർഡെല്ലാം വീഗാർഡ് എന്ന ബ്രാൻഡാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ലിവിങ് ഏരിയ കാഴ്ചകളിലേക്ക് വരാം. ഇതൊരു വലിയ ലിവിങ് ഏരിയ ആണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കജാരിയുടെ ബ്രാൻഡഡ് ടൈൽസ് ആണ്. ഇത് എപ്പോക്സ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു TV യൂണിറ്റ് ആണ്, അതെല്ലാം WPC ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. താഴെ കബോർഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മുടെ MCU നോക്കുവാണെങ്കിൽ ഫുള്ള് വീഗാർഡ് തന്നെയാണ്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഡൈനിങ് ഏരിയയിലേക്ക് ഒരു പാർട്ടീഷൻ കാണാം. ഈ പാർട്ടീഷൻ ഫുള്ള് WPC ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇവിടെ ആയിട്ട് വാഷിംഗ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് ഫുള്ളി ജാഗ്വാറാണ്. ഇവിടെ എല്ലാം ജാഗ്വാറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മിറർ ടച്ച് ചെയ്തുകൊണ്ട് കളർ ചേഞ്ച് ചെയ്യുന്ന മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫുള്ളായിട്ട് ടൈൽ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുന്ന സ്റ്റെപ്പിൻ്റെ അടിയിലായിട്ടും കൊടുത്തിരിക്കുന്നത് കബോർഡാണ്. അത് WPC ആണ്. മുകളിൽ പെയിൻറ്റിങ് ടച്ചിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഡൈനിങ് സ്പേസ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കജാരി ടൈൽ തന്നെയാണ്. മുകളിൽ സിമ്പിളായിട്ടുള്ള വാമായിട്ടുള്ള സീലിംഗാണ് കൊടുത്തിരിക്കുന്നത്. അത് പ്രൊഫൈൽ ചാനലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല ലിവിങ് ഏരിയയിലും ഫുള്ള് പ്രൊഫൈൽ ചാനൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. ഇപ്പോൾ ഒരു ഓപ്പൺ കിച്ചണാണ്. ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. കിച്ചണിലും ആ ഒരു ബ്രാൻഡഡ് ടൈൽ തന്നെയാണ്. പിന്നെ ഭിത്തി ഫുള്ളായിട്ടും ടൈൽ ക്ലാഡിങ് ചെയ്തിരിക്കുകയാണ്. അതിന് നമുക്ക് വാഷ് ചെയ്ത് വൈപ്പ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. അതുകൂടെ ഇവിടെ ഗ്ലെൻ്റെ ഇലക്ട്രിക് ചിമ്മിന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഫുള്ള് കബോർഡ് കൊടുത്തിട്ടുണ്ട്. എല്ലാം WPC ആണ്. WPC അപ്പോൾ നമുക്ക് ഉളുത്ത് പോകുന്ന പേടി വേണ്ട. അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള WPC മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ഒരു പുള്ളി യൂണിറ്റ് ചെയ്യാനുള്ള സ്പേസോ കൊടുത്തിരിക്കുന്നത്. ഇനി വർക്ക് ഏരിയ ചെയ്യണമെങ്കിൽ ഇവിടെ വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇനി ഇത് കൂടാതെ തൊട്ടടുത്ത് തന്നെ പ്ലോട്ടുണ്ട്. അത് വാങ്ങി ചേർക്കണമെങ്കിൽ ടോട്ടലി 10.5 സെൻറ്റ് ആവും. അത് വേണമെങ്കിൽ വാങ്ങി ചേർക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് താഴെ 2 ബെഡ്റൂമുകളാണ് വരുന്നത്. അപ്പോൾ ബെഡ്റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഇത് ഡൈനിങ് ഏരിയയോട് ചേർന്നുള്ള ഫോയറിലുള്ള ബെഡ്റൂമാണ്. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിലും നല്ല സ്പേസുള്ള ബെഡ്റൂമാണ്. ഇവിടെയും കജാരിയുടെ ടൈൽ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. 160/80 സൈസിലുള്ളതാണ്. വലിയ ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു ചവിട്ടപ്പോൾ അത് ഫീൽ ചെയ്യും. ആ ഒരു ബ്രാൻഡഡിൻ്റെയും ആ ഒരു മാറ്റ് ഫിനിഷുള്ള ടൈലാണ്. മുകളിൽ സിമ്പിളായിട്ടുള്ള പ്രൊഫൈൽ ചാനലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം കബോർഡ് കൊടുത്തിട്ടുണ്ട്, വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്, മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാഷ്റൂം നോക്കുവാണെങ്കിലും ഫിറ്റിങ്സ് എല്ലാം ജാഗ്വാർ തന്നെയാണ്. ഡൈവേർട്ടർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡൈവേർട്ടർ കൊടുത്തിട്ടുണ്ട്. ഡൈവേർട്ടർ എല്ലാം ജാഗ്വാറാണ്. അതുപോലെ ഷവർ പാനലും ടാപ്പും എല്ലാം ജാഗ്വാറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്ലോസറ്റ് നോക്കുകയാണെങ്കിൽ ജാഗ്വാറാണ്. വാഷ് ബേസിൻ നോക്കുകയാണെങ്കിൽ ജാഗ്വാറാണ്. ഫുള്ളി ജാഗ്വാറിൻ്റെ മെറ്റീരിയൽസ് മാത്രമേ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിവിടെ വേറൊരു പ്രത്യേകത ഉണ്ട്. ഒരുപാട് പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ടോട്ടലി നോക്കുകയാണെങ്കിൽ 4 സ്വിച്ച് ബോർഡ് കാണാം. അതുകൂടാതെ ഒരു നൈറ്റ് ലാമ്പ് അല്ലെങ്കിൽ ഫുഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതിലൊരു പ്ലഗ് പോയിന്റ് നോക്കുകയാണെങ്കിൽ 3 പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. അപ്പോൾ 2ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ 2ാമത്തെ ബെഡ്റൂം നോക്കുവാണെങ്കിൽ നല്ല സ്പേസ് നോക്കുവാണെങ്കിൽ അത് വെച്ച് നോക്കി വലിയ സ്പേസ് അല്ല, എന്നാലും 11-12 സൈസോളം വരുന്ന ബെഡ്റൂമാണ്. ഇത് ഒരു ജാഗ്വാറിൻ്റെ തന്നെ ക്ലോസറ്റാണ്. പക്ഷേ അതിൻ്റെ സൈസ് ചെറിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇവിടെയും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഒരു ഫാൻ്റെ ഡിസൈനിലുള്ള പ്രൊഫൈൽ ചാനൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെയാണെന്ന് നോക്കാം. വാഷ്റൂം നോക്കുവാണെങ്കിൽ നമ്മൾ ആ ഒരു ജാഗോറിൻ്റെ ക്ലോസറ്റില്ലെന്നേ ഉള്ളൂ, അതിൻ്റെ അളവ് വ്യത്യാസമായതുകൊണ്ട് വേറെ കൊണ്ടുവരും. ബാക്കി ഫിറ്റിങ്സ് എല്ലാം ജാഗോർ തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി 2 റൂമുകൾ മുകളിലാണ്. അപ്പോൾ നമുക്ക് നേരെ അപ്സ്റ്റെയറിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ അപ്സ്റ്റെയറിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ആ ഒരു ഫോയറിൻ്റെ മുകളിലായിട്ടും സീലിംഗ് ചെയ്തിട്ടുണ്ട്. അത് പ്രൊഫൈൽ ചാനലാണ്. സ്റ്റെപ്പ് എല്ലാം ചെയ്തിരിക്കുന്നത് ലപ്പോദ്ര ഗ്രാനൈറ്റാണ്. ഈ ഒരു ഹാൻഡ് റെയിൽസ് ഫുള്ളായിട്ടും തേക്കാണ്. ഇപ്പോൾ ചെറിയ പെയിൻറ്റ് ടച്ചിങ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകും. ട്രെഡ് ലപ്പോദ്ര ഗ്രാനൈറ്റും റൈസർ ടൈലുമാണ്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോകും. പർഗോള കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നല്ലൊരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും മുകളിലേക്ക് പോകും. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന വലിയൊരു അപ്പർ ലോഞ്ചിലേക്കാണ്. ഇത് വിശാലമായി കിടക്കുന്ന ഒരു അപ്പർ ലോഞ്ചാണ്. ഇവിടെ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം WPC ആണ്. അതുകൂടാതെ മുകളിൽ ഫുള്ളായിട്ട് ഈ പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിരിക്കുകയാണ്. സൈഡിലായിട്ട് വോൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു മിനി ഹാങ്ങിങ് ലൈറ്റ് അല്ല, ആക്ച്വലി ഇതൊരു മിനി ഷാൻലിയറാണ്. ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിലും ഫുൾ ആ ഭിത്തിയിലായിട്ടും ആ ഒരു പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ 2 ബെഡ്റൂമുകളാണ് വരുന്നത്. അതുകൂടാതെ ബാൽക്കണിയുണ്ട്. അപ്പോൾ നമുക്ക് ഇത് അതിവിശാലമായിട്ടുള്ള വലിയൊരു ബെഡ്റൂമാണ്. അപ്പോൾ നമുക്ക് നേരെ ഈ ബെഡ്റൂമിലെ കാഴ്ചകളിലേക്ക് വരാം. അപ്പോൾ ഈ റൂം നോക്കുകയാണെങ്കിൽ അതിവിശാലമായിട്ട് റൂമാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നതും കജാരിയുടെ ബ്രാൻഡ് ടൈൽ തന്നെയാണ്. 160/80 സൈസാണ്. ഇവിടെ ആയിട്ട് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്, മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ നോക്കുകയാണെങ്കിൽ സിമ്പിളായിട്ടുള്ള ആ ഒരു പ്രൊഫൈൽ ചാനൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടൊരു ബേ വിൻഡോ കാണാം. അതിൻ്റെ മുകളിലായിട്ട് 2 സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സിറ്റിംഗ് സ്പേസ് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിശാലമായി നടന്ന് അങ്ങ് എത്താൻ വേണ്ടി അല്പം സമയം എടുക്കുന്നുണ്ട്. ഇവിടെ ആയിട്ട് ആ ഒരു ഫോയറിലേക്ക് വന്നിട്ടാണ് വാഷ് ബേസിൻ യൂണിറ്റ് വരുന്നത്. ഇത് ജാഗോറിൻ്റെ മെറ്റീരിയൽസ് യൂസ് ചെയ്തിരിക്കുന്നത്. മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് സ്വിച്ച് ബോർഡും കാണാം. ഫുള്ള് ടൈൽ ക്ലാഡിങ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാഷ്റൂം നോക്കുകയാണെങ്കിൽ ആ ഒരു വാഷ് ബേസിൻ ഏറ്റില്ലാത്തതുകൊണ്ട് നല്ല സ്പേസുള്ള ഒരു വാഷ്റൂം തന്നെയാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ജാഗോറിൻ്റെ മെറ്റീരിയൽസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. അപ്പോൾ 4ാമത്തെ ബെഡ്റൂമിലേക്ക് വരുന്ന ഭാഗത്തായിട്ട് ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാനുള്ള സ്പേസാണ്. അപ്പോൾ നമുക്ക് നേരെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. 4ാമത്തെ ബെഡ്റൂം വലിയ ബെഡ്റൂം തന്നെയാണ്. മുകളിൽ സിമ്പിളായിട്ടുള്ള ആ ഒരു പ്രൊഫൈൽ ചാനലാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്, ബെഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയും ആ ഒരു ഫോയറിൽ പ്രത്യേകിച്ച് വന്നിട്ടാണ് ആ ഒരു സ്പേസ് വലിയ സ്പേസിലാണ് കൊടുത്തത്. നമ്മൾ ഹോട്ടലിലെ കാണാൻ പറ്റുന്ന അത്രയും വലിയ സ്പേസിലാണ് ഒരു വാഷിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ജാഗോർ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, സ്വിച്ച് ബോർഡ് കാണാം. അപ്പോൾ നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാഷ്റൂം നോക്കുകയാണെങ്കിൽ ഇവിടെ യൂസ് ചെയ്യുന്നത് ജാഗോർ തന്നെയാണ്. അതിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ഫുള്ളി ജാഗോർ തന്നെ യൂസ് ചെയ്തിരിക്കുന്ന വലിയ വാഷ്റൂമാണ്. അപ്പോൾ ഇത് നമുക്കൊരു ബാൽക്കണി കൂടെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ബാൽക്കണി കാഴ്ചകളിലേക്ക് പോകും. ഇതാണ് ആ ബാൽക്കണി ഏരിയ. ഇവിടെ ആയിട്ട് ഫുള്ള് നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെയാണ്. ഫുള്ള് തേക്കിൻ്റെ പാനല കൊടുത്ത് 2 ഭാഗത്തും ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ബ്രാൻഡ് ടൈൽ തന്നെയാണ്. മുകളിലായിട്ട് സിമ്പിളായിട്ടുള്ള ആ ഒരു പ്രൊഫൈൽ ചാനൽ കൊടുത്തിരിക്കുകയാണ്. വാൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. 2 പ്ലാന്റ്സും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ആയിട്ട് പാർട്ടീഷനായിട്ട് ഗ്ലാസ് പാർട്ടീഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ റൂഫ് ടോപ്പ് ഏരിയയിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ റൂഫ് ടോപ്പ് ഏരിയയിലേക്ക് വരാം. വളരെ വിശാലമായി കിടക്കുന്ന ഒരു റൂഫ് ടോപ്പ് ഏരിയയാണ്. ഇവിടെ ആയിട്ട് പർഗോള കൊടുത്തിട്ടുണ്ട്. 2 വാട്ടർ ടാങ്ക് ഓൾറെഡി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു വാട്ടർ ടാങ്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതിൽ അടിയിൽ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അവിടെ എന്തെങ്കിലും സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് കാണാം. അതുപോലെ ഇവിടുത്തെ ഒരു ആ പ്ലംബിങ്ങിൻ്റെ കണക്ഷൻ കൊടുത്തിരുന്ന പൈപ്പിൻ്റെ ക്വാളിറ്റി കാണാം. അതുകൂടാതെ തന്നെ ആ ഒരു എത്ര പൈപ്പിൽ പോയി നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്രയും ക്വാളിറ്റി ആയിട്ട് ചെയ്തിരിക്കുന്ന വീടാണ്. ഇനി ഇവിടെ വാട്ടർ പ്രൂഫ് കോട്ട് ചെയ്യാനുണ്ട്. അത് ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്നുള്ളത് 98 ലക്ഷം രൂപയാണ്. പ്രൈസ് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കാരണവശാലും വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുക. അപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീടുമായി കാണാം. താങ്ക് യു.